ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കരക്കാരുടെ പ്രിയപ്പെട്ട അവതാരകൻ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ വെള്ളിത്തിരയിൽ തിരങ്ങിയ ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി എന്ന ചിത്രം തിയേറ്ററുകളിൽ വൻ ജനപ്രീതി നേടി മുന്നേറുന്നു. ജൂലൈ 3 കേരളത്തിനകത്തും പുറത്തുമായി റിലീസ് ചെയ്ത ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി എന്ന ചിത്രം തിയേറ്ററുകളിൽ വൻ ജനപ്രീതി നേടി മുന്നേറുന്നു. റൊമാൻസും സസ്പെൻസും കോമഡിയും നിറഞ്ഞൊരു പൂർണ്ണ എന്റർടൈനറായ ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സൂപ്പർ പടം, അടിപൊളി പടം. ഈ പടം വിജയിക്കും, വളരെ നന്നായിട്ടുണ്ട്. ഈ പടം ശരിക്കും ഒരു സർപ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സസ്പെൻസ് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ പുറമെ താരങ്ങളാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശങ്കർ സാറിൻ്റെ പുതിയ തിരിച്ചുവരവാണ് ഈ പടത്തിൻ്റെ. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം, സൂപ്പർ. എല്ലാവരും കാണണം. മാറ്റ്വർക്ക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഗൗതം നിർമ്മിച്ച് ഹരിനാരായണൻ സംവിധാനം ചെയ്ത ഈ സിനിമ റിലീസ് ദിനം മുതൽക്കേ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടുന്നത്. വളരെ നല്ല പടമായിരുന്നു. ഡോക്ടർ സാറും അതുപോലെ തന്നെ സുരേന്ദ്രനൊക്കെ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു കഥയൊക്കെയാണ്. എല്ലാവരും വന്ന് കാണുന്ന പടം. പൊളി സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അഭിമാന നിമിഷമാണ്. നമ്മുടെ സുരേന്ദ്രനായിട്ടും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡോക്ടറൊക്കെ നമുക്ക് എന്താ പറയുക, അഭിമാനമാണ്, പ്രൗഡാണ്. നമുക്ക് അടിപൊളി സിനിമയായിരുന്നു. കിള്ളിമംഗലം സ്വദേശിയായ സുരേന്ദ്രൻ കാളിയത്താണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ, വൈക്കം വിജയലക്ഷ്മി, സിത്താര കൃഷ്ണകുമാർ തുടങ്ങിയ മുൻനിര ഗായകർ ആലപിച്ച ചിത്രത്തിലെ ഗാനങ്ങളും ഇതിനോടകം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ചിത്രത്തിൽ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകനും കലാകാരനുമായ ഡോക്ടർ VR ഉണ്ണികൃഷ്ണന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ സിനിമ റിലീസാണ്. എൻ്റെ ഫസ്റ്റ് ഷോ കാണാനാണ് ഞങ്ങൾ വന്നത്. ലയൺസ് ക്ലബിൻ്റെ ഒരുവിധം ആളുകളെല്ലാവരും ഉണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അസോസിയേറ്റ് ഡയറക്ടറാണ് സുരേന്ദ്രൻ. ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ഷോയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു പ്രധാന അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ടീമായിരുന്നു. നല്ല സിനിമയാണ്. ഇത് വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. നന്നായി ഇരിക്കട്ടെ. ചേലക്കരയിലെ പ്രമുഖ ചാനലായ CCVയിലെ ജനപ്രിയ പരിപാടികളുടെ അവതാരകൻ എന്ന നിലയിൽ നാട്ടുകാർക്ക് ഏറെ സുപരിചിതനായ അദ്ദേഹം തന്റെ തനതായ വാക്ചാതുരി കൊണ്ടും മാസ്മരികമായ പ്രകടനം കൊണ്ടും വലിയ സ്ക്രീനിലും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. വളരെ നല്ല പടമായിരുന്നു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സാറിന് ആദ്യത്തെ ടെലിഫിലിമിൽ അഭിനയിക്കാൻ ഭാഗ്യം നമുക്കുണ്ട്. പക്ഷെ വളരെ നല്ലൊരു പടം, കോമഡി ഉഷാറായിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു പുതുമുഖ താരങ്ങളെ വെച്ചെടുത്ത സിനിമ വളരെ നല്ല വിജയമായിട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൽ പാട്ടുണ്ട്, അവതരണമുണ്ട്, സ്റ്റണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഈ സിനിമ വിജയിക്കട്ടെ, വിജയമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ചിത്രത്തിന്റെ വിജയകരമായ പ്രദർശനം തുടരുന്നതിനിടെ പഴയന്നൂർ ഷാഡോ തിയേറ്റർ സന്ദർശിക്കാനെത്തിയ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ, സുരേന്ദ്രൻ കാളിയത്ത് എന്നിവർക്ക് ചേലക്കര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ വെച്ച് ഹൃദ്യമായ സ്വീകരണം നൽകി. ഈ ഒരു സിനിമ ജൂലൈ 3 കേരളത്തിന് പുറത്തും റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും ഇത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു എന്നാണ് ഞങ്ങൾക്ക് ഈ നേരത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിൻ്റെ ഓളിനോളുമായിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള സുരേന്ദ്രൻ ഇതിൽ കുര്യൻ എന്നൊരു നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആ കഥാപാത്രവും നന്നായിട്ട് വിജയിച്ചു. എനിക്കും തന്നെ അഷ്ടമൂർത്തി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ജനങ്ങൾ സ്വീകരിച്ചു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സിനിമ ഇനിയും കൂടുതൽ വിജയത്തിൽ എത്തട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. താങ്ക് യു. ഈ ഒരു അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിയതിൽ ലയൺസ് ക്ലബിനും ഇവിടുത്തെ പ്രേക്ഷകർക്ക് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ചടങ്ങിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശശികുമാർ, സെക്രട്ടറി അനീഷ് അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, ട്രഷറർ രാജേഷ് പണിക്കർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ തിയേറ്ററുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം.
വളരെ സന്തോഷമുള്ള നിമിഷമാണ്. കാരണം നമ്മൾ കുറേ കാലത്തെ ഒരു പ്രയത്നമാണ് ഇന്ന് ആയിരിക്കുന്നത്. കാരണം നമ്മൾ എഴുതുന്ന കാലം മുതൽ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ വരുന്നത്. ആ ഒരു ദിവസമാണ് അത് ആളുകൾ അംഗീകരിച്ചു, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷം. അതിൻ്റെ ഒരു എന്താ പറയുക, ഒപ്പം ആദ്യം മുതൽ അവസാനം വരെ നിൽക്കാൻ കഴിയുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു അംഗീകാരം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സിനിമ സംബന്ധമായിട്ട് ഒരു പൊന്നാട കിട്ടുന്നത്. ഇനി ഒരുപാട് പൊന്നാടകളും അവാർഡുകളൊക്കെ കിട്ടാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CCV ന്യൂസ് ചേലക്കര.